ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. ഇന്നത്തെ ദിവസം എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് നമുക്ക് തരുന്നത്, ഇന്നത്തെ ദിവസം എന്ത് എനർജിയാണ് നമുക്കുള്ളത് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണേ. ഓക്കെ, നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എങ്ങനെയുണ്ട്. ഇന്നത്തെ ദിവസം നമുക്ക് എന്ത് യൂണിവേഴ്സൽ ഗൈഡൻസ് ആണ് കിട്ടുന്നത് നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് ഒരു നല്ല ഓഫർ കിട്ടാൻ സാധ്യതയുണ്ട്. ഓഫർ, ഓക്കെ, അത് ഫിനാൻഷ്യൽ അബണ്ടൻസ് ആകാം, ജോലി ഓഫർ ആകാം, നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് കിട്ടുന്നതാവാം. ഓക്കെ, നിങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാകാം. മോസ്റ്റ് പ്രോബബ്ലി ഇതൊരു ഫിനാൻഷ്യൽ അബണ്ടൻസ് ആണ് കേട്ടോ. ഒരു ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. പുതിയൊരു സംരംഭം തുടങ്ങുന്നതാവാം, ഒരു പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരുന്നതാവാം. നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നിട്ട് എപ്പോഴോ നിങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയ എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനം തിരിച്ചു കിട്ടുന്നതാവാം. പിന്നെ എന്താണ്, നിങ്ങളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചത് തിരിച്ച് കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ച പണം ചിലപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതാവാം. ഇത് മിക്കവാറും അതുപോലെ തന്നെ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ്, ഒരാൾ കമ്മിറ്റ്മെൻറ്റ് തരുന്നതാകാം. അതുപോലെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് പണം കിട്ടാൻ സാധ്യതയുള്ള ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇന്നേ ദിവസം പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതാകാനും സാധ്യതയുണ്ട്. അതാണ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഇത് മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ്. അപ്പോൾ നിങ്ങൾ മുൻപ് എന്താണോ മാനിഫെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് കാർഡ്. സെക്കൻഡ് കാർഡ് ഏസ് ഓഫ് കപ്സ്. ഇന്ന് പുതിയ പുതിയ തുടക്കങ്ങളാണല്ലോ. ഏസ് ഓഫ് കപ്സ് പറയുന്നതും ഒരു പുതിയ തുടക്കം, പുതിയൊരു ഇമോഷണൽ ഔട്ട് ബ്രേക്ക്, ഒരു ഇമോഷണൽ ബിഗിനിങ് ഉണ്ടാവുന്നതാണ് ഏസ് ഓഫ് കപ്സ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് വളരെ സുന്ദരമായ ഒരു ദിവസമാണ്. പുതിയ പുതിയ തുടക്കങ്ങളാണ്. ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു പുതിയ തുടക്കമാണ്, അതുപോലെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു തുടക്കമാണ്. ഇതൊരു ലവ് ബിഗിനിങ് ആണ്, റീയൂണിയൻ ആണ്, അതുപോലെ സ്പിരിച്വൽ ആൻഡ് ഇമോഷണൽ ഒരു ബിഗിനിങ് ആണ്. അതുപോലെ ന്യൂ ബേബി കോൺസെപ്റ്റ് ആണ്. ഒരു കുഞ്ഞ്, നിങ്ങളുടെ ഫാമിലിയിലേക്ക് ഒരു കുഞ്ഞ് വരുന്നതാവാം, അല്ലെങ്കിൽ പ്രഗ്നൻസി റിവീൽഡ് ആവുന്നതാകാം, അങ്ങനെ ആകാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇവിടെയും പറയുന്നത് ഒരു കപ്പ്, ഒരു ഗിഫ്റ്റോ അല്ലെങ്കിൽ ഒരു സർപ്രൈസോ നിങ്ങൾക്ക് കിട്ടുന്നതാവാം, ജോബ് ഓഫർ ആകാം കേട്ടോ. നിങ്ങൾക്ക് ഉള്ള സമ്മാനം, നിങ്ങൾക്കൊരു സമ്മാനം യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നതാണ്. ഇത് രണ്ടും കണ്ടില്ലേ, കൈ വരുന്നത് യൂണിവേഴ്സിൽ നിന്നാണ്. അപ്പോൾ ഇത് രണ്ടും യൂണിവേഴ്സിൽ ഇന്ന് നിങ്ങൾക്ക് എന്ത് പുതിയതായിട്ട് കിട്ടിയാലും അത് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന സമ്മാനമാണ് കേട്ടോ. അതാണ് ഏസ് ഓഫ് പെൻറ്റക്കിൾസും ഏസ് ഓഫ് കപ്സും പറയുന്നത്. ഭയങ്കര ഹാപ്പിയാണ് ഈ കാർഡുകളൊക്കെ കാണുമ്പോൾ. ആർക്കുള്ള എനർജി ആണെങ്കിലും ഐ എം വെരി 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 ഹാപ്പി. കാരണം നിങ്ങൾക്ക് നല്ലത് വരുന്നു എന്ന് പറയാൻ കിട്ടുന്ന അവസരം, അത് ഞാനത് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം, അതൊക്കെ സംതിങ് മീൻ ടു മീ. ഓക്കെ, അത് എന്തൊക്കെയോ ആണ്. ഓക്കെ, 3 ഓഫ് കപ്സ് ആണ്. ഇന്ന് കല്യാണത്തിൽ പങ്കെടുക്കാനോ ഒരു വിശേഷ ഗ്യാതറിങ്ങിൽ പങ്കെടുക്കാനോ സെലിബ്രേഷനിൽ പങ്കെടുക്കാനോ സാധ്യതയുണ്ട്. പഴയ കൂട്ടുകാർ നിങ്ങളിലേക്ക് തിരിച്ചു വന്നിട്ട് ഒരു ചിൽ മൊമെൻറ്റ് ആസ്വദിക്കുന്നതാവാം, ഒരു ചെറിയ ട്രിപ്പ് പോകുന്നതാവാം, ആൽക്കഹോളിസം പോലുള്ള എന്തെങ്കിലും ഡ്രിങ്ക്സ് വല്ലതും കഴിക്കുന്നതാവാം. ഇത് കപ്പ് ഇമോഷണൽ അല്ലെങ്കിൽ കപ്പ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കൂടെ ആൽക്കഹോളിസം എന്നുള്ളൊരു കോൺസെപ്റ്റ് കൂടെ ഉണ്ട്. അപ്പോൾ അതാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് കൂട്ടുകാരോടൊപ്പം നിങ്ങൾ ഇന്നൊരു പാർട്ടിയിൽ പങ്കെടുക്കുന്നതാവാം. പഴയ ഫ്രണ്ട്സ് തിരിച്ചു വരുന്നതാകാനുള്ള സാധ്യതയുണ്ട്. സെലിബ്രേഷനിൽ പങ്കെടുക്കുന്നതാവാം, അതുപോലെ കല്യാണം, അങ്ങനെയുള്ളൊരു ഇതാണ്. വലുതോ ചെറുതോ ആയ പാർട്ടികളിൽ പങ്കെടുക്കാം കേട്ടോ. സെലിബ്രേഷനാണതേ. അടുത്തത് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ പെൻറ്റക്കിളിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ നല്ലൊരു ദിവസമാണ്. നിങ്ങളുടെ പെൻറ്റക്കിൾസ് നിങ്ങളിലേക്ക് വരുന്നു. ഇത് സിട്രൈൻ എന്ന് പറഞ്ഞൊരു നാച്ചുറൽ സ്റ്റോൺ ആണ് കേട്ടോ. ഫിനാൻസ് അല്ലെങ്കിൽ അബണ്ടൻസ് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, മണി അട്രാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഈ സിട്രൈൻ എന്ന് പറയുന്ന സ്റ്റോണ്. ഇത് ലവ് ക്വാർട്സ് എന്ന് പറഞ്ഞ സ്റ്റോണാണ്. ഇത് ലവ് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതെൻ്റെ ഒരു സുഹൃത്ത് മാൾട്ടയിൽ നിന്നും എനിക്ക് വാങ്ങിച്ച് അയച്ചു തന്നതാണ്. ഇത് നിങ്ങൾ ഒത്തിരി നാളായിട്ട് കാണുന്നുണ്ടല്ലോ. അപ്പോൾ എന്നോട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു
ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചത്, ഇത് ഒറിജിനൽ എങ്ങനെ തിരിച്ചറിയാൻ പറ്റുമെന്നൊക്കെ. അപ്പോൾ ഇതെൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് മാൾട്ടയിൽ നിന്ന് വാങ്ങിച്ച് അയച്ചു തന്നാണ് കേട്ടോ. ഈ ടൈഗറയും അനില എന്നാണ് പേര്, അമോർഫാത്തി എന്നാണ് പുള്ളിക്കാരി കമൻറ്റ് ഇടുന്നത്. എപ്പോഴും എല്ലാ എൻ്റെ എല്ലാ വീഡിയോസിനെയും താൽക്കണം. അപ്പോൾ ഇതൊക്കെ പുള്ളിക്കാരി എനിക്ക് തന്ന സ്നേഹ സമ്മാനമാണ്. ഞങ്ങൾ കണ്ടിട്ടില്ല, ചാനലിൽ കൂട്ടുള്ള പരിചയമുള്ളൂ. അപ്പോൾ പുള്ളിക്കാരി എനിക്ക് വാങ്ങിച്ചു തന്നാണ് കേട്ടോ. താങ്ക് യു സോ മച്ച് അനില. അപ്പോൾ എന്നോട് ഇത് ആരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒറിജിനൽ എവിടെ കിട്ടുമെന്നുള്ളത്. അപ്പോൾ ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഓക്കെ, ഇത് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. നമ്മളെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞത്. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി പറയുന്നത് നമ്മൾ പണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കേട്ടോ. ഇവിടെ ഒരു കാര്യം എന്താണെന്നറിയാമോ, നമ്മുടെ ചിലപ്പോൾ നമുക്ക് പാരമ്പര്യമായി കിട്ടിയ സ്വത്തില്ലേ, ആ സ്വത്ത് നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ഇങ്ങനെ പരിപാലിച്ചുകൊണ്ട് വരുമ്പോൾ നമുക്ക് പൈസയ്ക്ക് അത്യാവശ്യം വരുമ്പോൾ നമ്മളത് വിൽക്കേണ്ടിയൊക്കെ വരാറില്ലേ. പാരമ്പര്യമായി കിട്ടിയ സ്വത്ത് വകകൾ നമ്മൾ വിൽക്കേണ്ടി വരാറില്ലേ, കടമൊക്കെ വരുമ്പോൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് വിൽക്കുന്നതിനെക്കുറിച്ച് വളരെ വിഷമത്തോടു കൂടി ചിന്തിച്ചിരിക്കുന്ന ഒരു സ്ത്രീയാണെന്ന് വേണമെങ്കിൽ നമുക്ക് ഇവരെ പറയാം. കാരണം അവർക്ക് പണം അത്യാവശ്യമാണ്, അതിൻ്റെ മൂല്യം അവർക്ക് വളരെയധികം അറിയാം. പക്ഷേ അവർക്ക് ഈ ഒരു സാഹചര്യത്തെ കടന്നു പോകാൻ വേണ്ടിയിട്ട് വേറെ മാർഗ്ഗമില്ലാത്തത് കൊണ്ട് ഇവർ ചിലപ്പോൾ ആ പാരമ്പര്യ സ്വത്തിനെ വിൽക്കാൻ വേണ്ടി തയ്യാറാകുന്നതാണ്. അപ്പോൾ അതിനെ ഓർത്ത് അതിനെ താലോലിച്ച് പരിപാലിച്ചിരിക്കുന്നതും അത് വിൽക്കുന്നതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നതുമായൊരു സാഹചര്യം ചിലപ്പോൾ ചിലർക്ക് ഇന്ന ദിവസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പണത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇന്ന ദിവസം നല്ലൊരു ദിവസമാണെന്ന് കാണുന്നുണ്ട്. ഇനി ഇത് ഒരു കുറച്ച് മച്ചുറായ ഒരു ലേഡി, ഒരു വ്യക്തി, ഒരു യങ്ങർ എനർജി ആയ ഒരു വ്യക്തിയെ, നിങ്ങളുടെ ലവറിനെ കാത്തിരിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്കും ഇന്ന ദിവസം വളരെ നല്ലൊരു ദിവസമാണെന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്കിത് രണ്ടും ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കാണുന്നത്. ഓക്കെ, അടുത്ത കാർഡ് വന്നിട്ട് 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇതും അത് തന്നെയാണ്. നിങ്ങൾ ലോങ് ടേം വ്യൂവിലേക്ക് അല്ലെങ്കിൽ ലോങ് ടേമിലേക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പണം നിങ്ങൾക്ക് ചിലപ്പോൾ ചിട്ടിയോ അങ്ങനെ എന്തെങ്കിലും ഒരു പൈസയ്ക്ക് ആവശ്യപ്പെട്ട് നിങ്ങളിന്ന് ചിട്ടിയുടെയൊക്കെ പിന്നാലെ പായുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് തന്നെ അർഹതപ്പെട്ട പണമാണെങ്കിൽ എപ്പോൾ കിട്ടും എന്ന് വിചാരിച്ച് നിങ്ങൾ കാത്തിരിക്കുന്നതാണെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് ചിലപ്പോൾ അതിനുള്ളൊരു ഭാഗ്യമുണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങളൊരു വ്യക്തിയെയാണ് കാത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ആ വ്യക്തി നിങ്ങളുമായിട്ട് സ്പിരിച്വലി കണക്റ്റഡ് ആണ്. ആ പേഴ്സൺ നിങ്ങളുമായിട്ട് പല ജന്മങ്ങളായിട്ട് ബന്ധമുള്ള വ്യക്തിയാണ്. നിങ്ങൾ ഓവർ ദ ബർത്ത്സ്, അതായത് ജന്മങ്ങളായിട്ട് നിങ്ങൾക്ക് പരസ്പരം അറിയുന്നവരും പരസ്പരം ബന്ധമുള്ളവരുമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ കാത്തിരിക്കേണ്ടി വരുന്നത്. ഈ കാത്തിരിക്കുക എന്ന് പറഞ്ഞതാണ് നിങ്ങൾക്കുള്ള ശിക്ഷ, അതാണ് നിങ്ങളുടെ കർമ്മ എന്ന് പറയുന്നത്. അപ്പോൾ കാത്തിരിക്കുന്നവരെ ആ കാത്തിരിപ്പിനെ ആസ്വദിച്ച് കാത്തിരിക്കുക. വേദനിച്ചല്ല, നിങ്ങൾ വേദനിക്കുന്നതിനെ നിർത്തി ഹീല് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ഹീലിംഗ് പൂർത്തിയാവുന്ന സമയത്ത് മാത്രമേ, ആ കർമ്മ പൂർത്തിയാവുന്ന സമയത്ത് മാത്രമേ ആ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരത്തുള്ളൂ. അപ്പോൾ ഒരു വ്യക്തിയെ കാത്തിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഹീല് ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻസ് കണ്ടെത്തുക, അത് ഹീല് ചെയ്യുക, എന്നാൽ മാത്രമേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരത്തുള്ളൂ. അപ്പോൾ ഇതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ ജന്മങ്ങൾ കൊണ്ടുള്ള ഒരു കർമ്മയായിരിക്കാം. ആ കർമ്മ പൂർത്തിയായാൽ മാത്രമാണ് നിങ്ങളിലേക്ക് ആ വ്യക്തി വരുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ ഹീല് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതാണ് 7 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. പണത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന ദിവസം ചിട്ടിയായാലും അതല്ല ലോട്ടറി എടുത്തിട്ടൊക്കെ കാത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് 4 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. വീണ്ടും ഇൻടോക്സിക്കേഷൻ്റെ കാർഡ് കാണുന്നുണ്ട്. ഇന്ന് ചില അഡിക്ഷനൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. അതുപോലെ മുൻപ് നഷ്ടപ്പെട്ടു പോയ പല കാര്യങ്ങളെ ഓർത്തിട്ട് നിങ്ങൾ വേദനിച്ചിരിക്കുന്നതാണ് കാണുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ അതിനേക്കാൾ നല്ല ഓഫറുകൾ യൂണിവേഴ്സായിട്ട് കൊണ്ടുവന്ന് തരുന്നുണ്ട്, പക്ഷേ നിങ്ങളതിൽ ശ്രദ്ധിക്കുന്നില്ല എന്നാണ്. നിങ്ങൾ ചുറ്റും നോക്കുക, യൂണിവേഴ്സ് തരുന്ന സമ്മാനങ്ങൾ നിങ്ങൾ സ്വീകരിക്കുക എന്നാണ്. ഇവിടെ 2 സമ്മാനം തരുന്നുണ്ട്, അത് തന്നെ ആയിരിക്കും ഈ സമ്മാനം. അത് നിങ്ങൾ കണ്ണ് തുറന്ന് കാണുക, നിങ്ങളത് സ്വീകരിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് 4 ഓഫ് കപ്സ് പറയുന്നത്. അടുത്തത് 10 ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങൾ ഒരു കാർമിക ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളുടെ തലയിൽ വെച്ചിട്ടാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾ പാതി വഴിക്ക് ഉപേക്ഷിച്ച് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ അത് നിങ്ങളുടെ ഒരു കർമ്മയാണ്. കാർമിക് സൈക്കിൾ എൻഡ് ആവുന്നതാണത്. നിങ്ങൾ ഒന്നുകൊണ്ട് ഭയപ്പെടേണ്ട. ഇതിന് ശേഷം നിങ്ങൾക്കൊരു പുതിയ തുടക്കം തന്നെ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ഇവിടെ 10 ഓഫ് വാണ്ട് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെ പുതിയ തുടക്കങ്ങളും പറയുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, പുതിയ തുടക്കങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. എപ്പോഴും ഒരു കാർമിക് സൈക്കിൾ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ഫിനാൻഷ്യൽ അബണ്ടൻസ് ആണ് സാധാരണഗതിയിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല ഒരു ഫ്യൂച്ചറാണ് ഇനി ഉണ്ടാവാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇന്ന് നിങ്ങൾ കുറച്ച് കൂടുതൽ ജോലി ചെയ്യേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരോട് ചേർന്ന് ജോലി ചെയ്യേണ്ടി വരും, മറ്റുള്ളവരുടെ ജോലി കൂടി ഏറ്റെടുത്ത് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ജോലി ചെയ്ത് മടുത്തിട്ട് നിങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള എനർജിയൊക്കെയാണ് 10 ഓഫ് വാണ്ട് പറയുന്നത്.
അതുപോലെ മറ്റുള്ളവരുടെ കുറ്റം പറയാനും കുറ്റം കേൾക്കാനും പോയിരിക്കേണ്ട എന്നൊരു കാര്യം കൊണ്ടുണ്ട്. കാരണം ഇത് കർമ്മ അവസാനമായതുകൊണ്ട് കാർമിക് സിറ്റുവേഷൻസ് വീണ്ടും നിങ്ങളിലേക്ക് ഷോൾഡർ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടുതൽ കർമ്മങ്ങൾ ഇനി എടുത്ത് തലയിൽ വെക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. അടുത്തത് 3 ഓഫ് വാണ്ട്സ് ആണ്. വിദേശത്ത് നിന്ന് നിങ്ങൾക്ക് അവസരം വരുന്നു എന്നാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഷോപ്പ് ഒക്കെ നിങ്ങൾ വിദേശത്തേക്കൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ഓഫർ കിട്ടാൻ സാധ്യതയുണ്ട്. അവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി വിദേശത്തേക്ക് ജോലിക്കൊക്കെ നോക്കിയിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ വിസയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഷിപ്പിൽ ജോലിയുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ തിരിച്ച് നിങ്ങളുടെ ജോലിക്ക് പോകാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർക്കും ഇന്നൊരു യാത്രയുടെ കാർഡ് കാണുന്നുണ്ട്. അപ്പോൾ ഇന്നും ഒരു യാത്ര ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്ത് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ പ്ലാനിങ് വർക്കൗട്ട് ആക്കാൻ പറ്റിയൊരു ദിവസമാണ് ഇന്നെന്ന് പറയുന്നുണ്ട്. അതാണ് 3 ഓഫ് വാണ്ട് പറയുന്നത്. വിദേശത്തേക്ക് പോകാനാണ് കൂടുതൽ സാധ്യത. വിദേശത്തേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്ന ആളുകൾക്ക് ഇന്നേ ദിവസം യാത്രയുണ്ടെന്ന് കാണുന്നുണ്ട്. 3 ഓഫ് വാണ്ട്. ഇനി എന്ത് തീരുമാനം എടുത്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ നിൽക്കുവാണെങ്കിൽ ഇന്ന് ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ. നിങ്ങൾക്കുള്ള സമയമായി എന്നാണ് പറയുന്നത്. അടുത്ത കാർഡ് 6 ഓഫ് സോർട്സ്. വീണ്ടും യാത്രയുടെ കാർഡാണ്. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് കടബാധ്യതകളൊക്കെ തലയിൽ വെച്ചിരിക്കുന്ന ആളാണ് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾ പ്രശ്നത്തിലകപ്പെട്ടിരിക്കുന്ന ആളാണ് എങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഇന്ന് എല്ലാമായിട്ട് നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് താമസം മാറുന്നതോ അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ട് വേറെ സ്ഥലത്തേക്ക് പോകുന്നതോ ഒക്കെ ആവാം. ചിലപ്പോൾ നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നിങ്ങൾക്ക് ഓവറായിട്ട് സ്ട്രെസ് ആയിട്ടുള്ളൊരു സാഹചര്യമാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് സ്ഥലം മാറി പോകുന്നതാകാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇന്നൊരു യാത്ര ഉണ്ടെന്ന് കാണുന്നുണ്ട്. 2 കാർഡ് യാത്രയുടെ ഉണ്ട്. ഇപ്പോൾ യാത്രയുണ്ടെന്ന് കാണുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലം സേഫ് അല്ലാത്തത് കൊണ്ടും ബുദ്ധിമുട്ടുള്ളതായതുകൊണ്ടും നിങ്ങൾ ഇവിടെ നിന്ന് മാറിപ്പോകുന്നതാണ്. അപ്പോൾ വീട്ടിൽ പ്രശ്നമുള്ളതുകൊണ്ട് വീട്ടിൽ നിന്ന് മാറി വേറൊരു വീട്ടിൽ പോകുന്നതാവാം. ജോലിസ്ഥലത്ത് പ്രശ്നമുള്ളതുകൊണ്ട് ജോലിസ്ഥലത്ത് നിന്ന് മാറിപ്പോകുന്നതാവാം. ചിലപ്പോൾ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ജോലി അന്വേഷിച്ച് മറ്റൊരു നാട്ടിലേക്ക് പോകുന്നതും ആകാം. അതാണ് 6 ഓഫ് സോർട്സ് പറയുന്നത്. സമാധാനം ഇല്ലാത്തടത്തു നിന്ന് സമാധാനം ഉള്ളിടത്തേക്ക് പോകുന്നു എന്നാണ് കേട്ടോ. പേടിക്കേണ്ട, നല്ല യാത്രയാണത്. അടുത്ത 2 ഓഫ് വാണ്ട്സ് ആണ്. നിങ്ങളുടെ കയ്യിലുള്ള റിസോഴ്സുകളെക്കുറിച്ച് അന്വേഷിക്കുന്നു എന്നാണ്. നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു അംബീഷൻ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്തെല്ലാം റിസോഴ്സുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് നിങ്ങൾ അന്വേഷിക്കുന്നതായിരിക്കാം. ചിലപ്പോൾ വിദേശത്ത് ജോലിയൊക്കെ അന്വേഷിക്കുന്ന ആളുകളായിരിക്കാം. നിങ്ങളെ സംബന്ധിച്ച് നല്ലൊരു ദിവസമാണ്. നിങ്ങൾക്ക് നല്ലൊരു ആശയം, ഒരു മെസ്സേജൊക്കെ വരാൻ സാധ്യതയുണ്ട്. വിദേശത്തേക്ക് എന്ത് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകാൻ വേണ്ടി നിൽക്കുന്നവരാണെങ്കിലും പഠിക്കാനോ ജോലിക്കോ എന്തിനായാലും പോകുന്നവർക്ക് നല്ലൊരു ദിവസമാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്ന ആ രീതിയിലുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾ ഒരാളെ കാത്തിരിക്കുകയാണെങ്കിൽ അയാളെക്കുറിച്ച് നിങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ സെർച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് സ്റ്റോക്ക് ചെയ്യാനാണ്. അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലെല്ലാം പോയിട്ട് അവരുടെ ഫോട്ടോസോ പോസ്റ്റുകളോ ഒക്കെ പോയി വെറുതെ നോക്കുന്നതാകും. ചിലപ്പോൾ നിങ്ങളുടെ തന്നെ ഫോണിൽ കിടക്കുന്ന ഫോട്ടോസൊക്കെ ഇങ്ങനെ സ്ക്രോൾ അപ്പ് ആൻഡ് ഡൗൺ ചെയ്ത് ഇവരുടെ ഫോട്ടോസൊക്കെ സെർച്ച് ചെയ്യുന്നതാകാൻ സാധ്യതയുണ്ട്. അതാണ് 2 ഓഫ് വാണ്ട് പറയുന്നത്. ബോട്ടം ഓഫ് ദി ഡെക്കിൽ വരുന്നത് നൈറ്റ് ഓഫ് വാണ്ട്സും 9 ഓഫ് വാണ്ടുമാണ്. നൈറ്റ് ഓഫ് വാണ്ടും 9 ഓഫ് വാണ്ടുമാണ്. അപ്പോൾ വളരെ പാഷനേറ്റ് ആയിട്ട് നിങ്ങളിന്ന് ജോലി ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇന്ന് ഇച്ചിരി മുൻകോപമോ എടുത്തിയാട്ടോ ഒക്കെ ഉള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ അതൊന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. കാരണം അത് ചില ഇഷ്യൂസിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. അതാണ് നൈറ്റ് ഓഫ് വാണ്ട് പറയുന്നത്. ആവേശം കുറച്ച് കൂടുതലാണ്. ആവേശപ്പെട്ട് ജോലി ചെയ്തോളൂ, പക്ഷെ മറ്റു കാര്യങ്ങളിൽ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ജനറൽ റീഡിംഗ് എന്ന് പറയുന്നത്. ഇനി ഏഞ്ചൽസ് ഓറക്കിൾ എന്താണെന്ന് നോക്കാം. ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നതെന്ന് നോക്കാം. ഏഞ്ചൽസ് ഓറക്കിൾ ഫോർ ഏഞ്ചൽസിന് എന്താണ് ഇന്ന് തരാനുള്ള ഗൈഡൻസ്? ഫസ്റ്റ്, നോട്ട് ദ റൈറ്റ് ടൈം. എന്തെങ്കിലും ഒരു കാര്യം ഇന്ന് തന്നെ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇന്നത് ചെയ്യേണ്ട. ടുഡേ ഈസ് നോട്ട് ദ റൈറ്റ് ടൈം. യെസ്, ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ മനസ്സിലുണ്ടെങ്കിൽ അതിന് ഉത്തരം യെസ് ആണ്. നെക്സ്റ്റ്, വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ്. അടുത്ത 1-2 ആഴ്ചകൾക്കുള്ളിൽ തന്നെ അടുത്ത കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ എന്തോ ഒരു കാര്യം സാധിക്കാൻ പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് കാര്യം സാധിച്ചാലും അത് പുറമേ പറയരുത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഏഞ്ചൽസ് ഓറക്കിൾ. നെക്സ്റ്റ് നമുക്ക് ലവേഴ്സിനുള്ള ഓറക്കിൾ നോക്കാം. ലവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണ് ഇന്ന ദിവസം കിട്ടുന്നത്? ലവേഴ്സിനുള്ള ഗൈഡൻസ് എന്താണ്? ലവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണ് ഇന്ന ദിവസം കിട്ടുന്നത്? ഫസ്റ്റ് കാർഡ് വന്നിട്ട് വെഡ്ഡിങ് ആണ്. ദിസ് സിറ്റുവേഷൻ ഇൻവോൾവ്സ് മാരേജ്. അപ്പോൾ ഇന്ന് കുറേ പേർക്ക് മാരേജ് ഉണ്ട്. നിങ്ങളുടെ തന്നെ മാരേജ് പ്രപ്പോസൽ വീട്ടുകാർ അംഗീകരിക്കുന്നതാവാം. നിങ്ങളുടെ മാരേജിനുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതാവാം. ഇന്ന് നിങ്ങളുടെ കല്യാണം
അതിനെക്കുറിച്ചൊരു ഫൈനൽ ഡിസിഷൻ എടുക്കുന്നതോ അല്ലെങ്കിൽ ഇന്നേ ദിവസം നിങ്ങളുടെ കല്യാണമോ ആയിരിക്കാം, അല്ലെങ്കിൽ റീയൂണിയൻ ആയിരിക്കാം. ഓക്കെ. നെക്സ്റ്റ്, അൺറിക്വൈറ്റഡ് ലവ്. ദർ ഇസ് നോട്ട് ഇനഫ് അട്രാക്ഷൻ ഓർ കെമിസ്ട്രി ടു കീപ് ദിസ് റിലേഷൻഷിപ്പ് ഗോയിങ്. അപ്പം ഇവിടെ നിങ്ങൾക്ക് അത്ര അട്രാക്ഷനും കെമിസ്ട്രിയും ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല എന്ന് കാണുന്നത്. അതായത് നിങ്ങൾക്കിടയിൽ പണ്ടുണ്ടായിരുന്ന ഒരു സ്പാർക്ക് ഇപ്പോൾ കാണുന്നില്ല, നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഇൻറ്റിമസി ഇപ്പോൾ കാണുന്നില്ല, നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ആ വേര്, അതിൻ്റെ ആഴ്ചയൊക്കെ അങ്ങനെ ആഴം ഒക്കെ കുറഞ്ഞു പോയതായിട്ട് തോന്നുന്നുണ്ട്. അതാണ് പറയുന്നത്. നെക്സ്റ്റ്, ന്യൂ ലവ്. എ ന്യൂ പേഴ്സൺ ഹാസ് സ്റ്റിർഡ് യുവർ റൊമാൻറ്റിക് ഫീലിങ്സ്. പുതിയൊരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് പറയുന്നുണ്ട്. ഇവിടെയും പറയുന്നുണ്ട് കേട്ടോ, ഈ ഏസ് ഓഫ് കപ്പിനകത്തും ഒരു ന്യൂ ലവ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുന്നതാകാം, അതുപോലെ തന്നെ ഒരു പുതിയ ലവ് നിങ്ങളിലേക്ക് വരുന്നതാകാനും സാധ്യതയുണ്ട്. ഈ ന്യൂ ലവ് ഏസ് ഓഫ് കപ്പിനകത്തും പറയുന്നുണ്ട്. പെൻറ്റക്കിൾസിനകത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ്, നിങ്ങളിന്ന് പോയിട്ടുള്ള പേഴ്സൺ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരുന്നതാകാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ്, വെരി സൂൺ. ക്ലിയർലി ഡിസൈഡ് വാട്ട് യു വോണ്ട് സോ ദാറ്റ് ഇറ്റ് കംസ് ടു യു നൗ. എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ പെട്ടെന്ന് തന്നെ തീരുമാനിക്കൂ, കാരണം അത് നിങ്ങളിലേക്ക് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ലവേഴ്സിനുള്ള ഓർക്കിൾ. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മുടെ റീഡിങ് കണ്ടല്ലോ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുന്നവർ ഹൈപ്പ് ബട്ടൺ അമർത്താൻ മറക്കരുത്. ഹൈപ്പ് ചെയ്യുന്നതിനോടൊപ്പം കമൻറ്റും കൂടി ഇടാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റും കൂടി ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ്സ് എന്ത് തന്നെ ആയാലും രേഖപ്പെടുത്തുക. ലെങ്ത് കൂടിപ്പോയോ ലെങ്ത് കുറഞ്ഞു പോയോ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ്സ് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.